ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻ ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഓബും വാനും ഇൻറ്റിമേറ്റ് ആവുന്നതാണ്. ആ സമയം വാനിൻ്റെ ഫോണിൽ മെത്താസ്, നീ ഫൈനൽ റൗണ്ട് വരെ നിന്ന് ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ബാക്കി എമൗണ്ട് കൂടി പേയ്മെൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാണ്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് രാത്രി തന്നെ ജെ ഉറങ്ങുന്ന ടൈമിൽ വാൻ അവനെ കോൾ ചെയ്യാണ്. ജെ അങ്ങനെ കോൾ എടുത്തിട്ട്, നിനക്കെന്താ മാനേഴ്സ് ഇല്ലേ, ഈ പാതിരാത്രിക്കാണോ മനുഷ്യനെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. വാനപ്പോൾ ഞാനും ഓബും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയി എന്ന് പറയാണ്. ഇത് കേട്ട് ഷോക്കായിട്ട്, നിന്നോട് ഞാൻ ഓബുമായിട്ട് ക്ലോസ് ആവരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് നമ്മുടെ ജെ പറയാണ്. ആ സമയം വാനിത് കേട്ടിട്ട്, നീ ദേഷ്യപ്പെടല്ലേ, ഞാനിനി എന്താ ചെയ്യേണ്ടേ എന്നറിയാതെ നിൽക്കുവാന്ന് പറയുന്നുണ്ട്. ജെ അപ്പോൾ ഇനി ടെൻഷൻ ആവണ്ട, ഇൻറ്റിമേറ്റ് ആയത് വേറെ, ലവ് വേറെ, നീ ഓബുവായിട്ട് ലവിലാവാതിരുന്നാൽ മാത്രം മതി എന്ന് പറയാണ്. വാനപ്പോൾ അത് പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്തൊക്കെ സംഭവിച്ചാലും നീ ലവിൽ വീഴരുത്, ഇനി അത് പറ്റിയില്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് സ്വയം ക്വിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ജെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം ക്ലുവയെ കാണിക്കുമ്പോൾ അവൻ ഉറങ്ങാതെ റൂമിലിരുന്ന് എന്തോ ആലോചിച്ച് വിഷമിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഓബ് നേരത്തെ വാനിനെ അവൻ്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് ക്ലുവ കണ്ടായിരുന്നു. അവർ തമ്മിൽ ക്ലോസ് ആയത് കണ്ടിട്ടാണ് ക്ലുവയ്ക്ക് വിഷമമായത്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വാൻ നേരത്തെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓബിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നതാണ്. ഓബപ്പോൾ, നീ ഇന്നലത്തെ നമ്മുടെ ആ വർക്കൗട്ട് കാരണം നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല, നീ റെസ്റ്റ് എടുക്കുമെന്ന് ഞാൻ കരുതിയെന്ന് പറയാണ്. ഓബ് വർക്കൗട്ടെന്ന് ഉദ്ദേശിച്ചത് അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെയായിരുന്നു. അങ്ങനെ അതിന് മറുപടിയായിട്ട് വാന്, ഇതിനേക്കാൾ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ഒന്നുമല്ല എന്ന് പറയാണ്. തന്നെക്കാൾ നന്നായിട്ട് മറ്റാരോ ആയിട്ട് വാൻ ഇൻറ്റിമേറ്റ് ആയി എന്ന് കേട്ട ഓബ്, അതാരാ എന്നെക്കാൾ നന്നായിട്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. വാനപ്പോൾ, ആരും ചെയ്തില്ല, ഞാൻ ശരിക്കുമല്ല എക്സസൈസ് വർക്കൗട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയാണ്. ഓബപ്പോൾ വാനിനെ പിടിച്ച് ക്ലോസ് ആക്കി നിർത്തിയിട്ട്, അനുസരണയില്ലാത്ത കുട്ടിക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് പറയാണ്. വാനപ്പോൾ, എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടില്ല, കാരണം ഞാൻ നല്ലൊരു ഷെഫ് ആകാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഓബിന് കഴിച്ചു നോക്കാനായിട്ട് കൊടുക്കുകയാണ്. ഓബ് അത് കഴിച്ചു നോക്കിയിട്ട്, കൊള്ളാം, പക്ഷേ ബേസിലിൻ്റെ ഫില്ലിങ് കുറച്ച് ഓവർ കുക്കായി പോയെന്ന് പറയാണ്. വാൻ അത് കേട്ടിട്ട്, എങ്കിൽ പിന്നെ ഇത് കഴിക്കേണ്ടെന്ന് ഇങ്ങ് തരാനായിട്ട് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഓബപ്പോൾ അത് തിരിച്ചെടുത്തിട്ട് അത് കഴിക്കുകയാണ്. വാൻ ആ സമയം ഓബിനോട്, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, ഇന്നലെ രാത്രി നമ്മൾ തമ്മിൽ ഇൻറ്റിമേറ്റ് ആയ കാര്യം ആരോടും പറയരുത്, ഒരു കണ്ടസ്റ്റൻസും അതറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരുപക്ഷെ അവർ നമ്മൾ തമ്മിൽ ഒരുമിച്ചാണെന്നത് കൊണ്ട് എന്നെ ഈ മത്സരത്തിൽ നിങ്ങൾ ജയിപ്പിക്കും, ചീറ്റിംഗ് ചെയ്യുമെന്ന് വിചാരിച്ചേക്കാമെന്ന് പറയാണ്. ഓബാ സമയം അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, എൻ്റെ ലവറായാലും ശരി തന്നെ, ടാലൻ്റ് ഇല്ല എങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് ഞാൻ കൊടുക്കില്ല എന്ന് പറയാണ്. വാനപ്പോൾ, എന്നാ ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്നോട് ലവ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഓബപ്പോൾ, എന്താ നിനക്ക് എന്നോട് ലവ് ഇല്ലേ, ഇന്നലെ രാത്രി നമ്മൾ ഇൻറ്റിമേറ്റ് ആയ സമയത്ത് നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ എന്ന് പറയാണ്. വാനപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. ഓബാ സമയം, ആദ്യം ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ഒന്ന് നേരെ ആക്കട്ടെ, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഓബ് അവിടെ നടന്നു പോവാണ്. വാൻ ആ സമയം ജെ അവൻ്റെ അടുത്ത് ഓബുമായിട്ട് എന്തൊക്കെ വന്നാലും ലവിലാവരുത് എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ആ സമയം മെത്താസ്, നീ ഈ മത്സരത്തിൽ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതും കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട്, ഞാൻ എന്താ ചെയ്യുക ദൈവമേ എന്നുള്ള രീതിയിൽ വാനിങ്ങനെ സ്വയം പറഞ്ഞ് ആലോചിക്കുകയാണ്. ഇതേ സമയം ഓബ് വാൻ അവൻ്റെ അടുത്ത് ഇന്നലെ രാത്രി അവർ ഇൻറ്റിമേറ്റ് ആയത് ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അതിനുശേഷം മെത്താസിനെ കാണിക്കുമ്പോൾ, അവനിപ്പോൾ വയ്യാതെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കമ്പനിയിൽ കുറച്ച് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെത്താസ് ഒരു കോവർക്കറിനെ കോൾ ചെയ്ത് വഴക്ക് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കണം, ഞാൻ ഉടനെ തന്നെ ഓഫീസിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി വന്നിട്ട്, നിങ്ങളുടെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ജെ അപ്പോൾ അങ്ങോട്ടേക്ക് വരാണ്. മെത്താസ് അങ്ങനെ കോൾ കട്ട് ചെയ്ത്, ഫിസിക്കൽ തെറാപ്പി പെട്ടെന്ന് ചെയ്ത് തീർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റൂമിലേക്ക് പോകാനായിട്ട് എഴുന്നേക്കാണ്. ജെ അപ്പോൾ മെത്താസ് വിടാതെ അവനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് ജെ നോക്കിയപ്പോൾ അവിടെ കുറേ മെത്താസിനെ ചെക്ക് ചെയ്യാനുള്ള ഫയൽസ് ഇരിക്കുന്നത് കാണുവാണ്. അത് നോക്കിയ ശേഷം മെത്താസിനോട്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. മെത്താസിന് മറുപടിയായി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, മോർണിംഗ് ഒരു കപ്പ് കോഫി മാത്രമേ കുടിക്കാറുള്ളൂ എന്ന് പറയാണ്. ജെ അപ്പോൾ, അതെന്താ അങ്ങനെ, ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മെത്താസിനെ അവിടെ ഇരുത്തിയിട്ട് ജെ കിച്ചണിലേക്ക് ചെല്ലാണ്. ആ സമയം മെത്താസിന് ചെറിയൊരു സന്തോഷമൊക്കെ
മുഖത്ത് കാണുന്നുണ്ട്. ഇതേസമയം ഓബിനെ കാണിക്കുമ്പോൾ അവൻ കിച്ചണിലേക്ക് ചെല്ലാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഓബ് ഓരോരുത്തർക്കും ഇന്ന് ചെയ്യാനായിട്ട് ഓരോ വർക്ക് കൊടുക്കുകയാണ്. സിബിന് ഗസ്റ്റിനെ നോക്കാനും ക്ലുവയ്ക്ക് പാത്രങ്ങൾ കഴുകാനും വാനിന് പിന്നെ കുക്കിങ്ങാണ് കൊടുത്തത്. വാന് ഇത് കേട്ട് എനിക്ക് കുക്കിംഗ് ആണോ എന്ന് ഷോക്കായതെന്ന് ചോദിച്ചപ്പോൾ ഓബ് അതെ നിനക്ക് കുക്കിങ്ങാണ്, എല്ലാവരും എല്ലാ വർക്കുകളും മാറി മാറി ചെയ്യും, എല്ലാവരും എല്ലാം പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു വിടാണ്. എന്നിട്ട് ഓബാണെങ്കിൽ വാനിൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ ഓരോന്ന് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ക്ലൂവ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ അവനിത് തീരെ ഇഷ്ടപ്പെടുത്തില്ല. അതിനുശേഷം ജെനെയും മെത്താസിനെയും കാണിക്കുമ്പോൾ മെത്താസിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ട് കൊടുത്തായിരുന്നു. മെത്താസ് അപ്പോൾ അത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങാണ്. ആ സമയം മെത്താസാണെങ്കിൽ നീ പോകണ്ട, നീ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ജെനെ അവൻ്റെ അടുത്ത് ഒരു കസേരയിലിരുത്തുവാണ്. എന്നിട്ട് മെത്താസ് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കാണ്. കഴിച്ചപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടിട്ട് ഇത് കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നീ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, നീനും പാരയിലും നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ, നിനക്ക് അങ്ങനെ വല്ല വർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ വാനിനെ നോക്കുന്ന അത്രയും ഞാനാണല്ലോ, അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ അറിയാതിരിക്കുമോ എന്നിങ്ങനെ പറയാണ്. ആ സമയം ഉടനെ തന്നെ ഇത് കേട്ടിട്ട് മെത്താസ് നീയും വാനും നല്ല ക്ലോസ് ആണല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞങ്ങൾ ക്ലോസ് ആണെന്ന് പറയാണ്. ആ സമയം മെത്താസ് അവനറിയാതെ നിനക്ക് അവൻ്റെ അടുത്ത് വല്ല ക്രഷ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ട് എന്തൊക്കെയായി പറയണേ, അയ്യോ അങ്ങനെയൊന്നും ആലോചിക്കുക വല്ലതും ചെയ്യല്ലേ, അവനെയൊന്നും എനിക്ക് വേണ്ട, ഞങ്ങൾ ജസ്റ്റ് ഹൈസ്കൂൾ തൊട്ട് ഫ്രണ്ട്സാണ്, അപ്പോൾ തൊട്ട് ഒരുമിച്ചുണ്ട്, പിന്നെ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് അവൻ, എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അവനെ കാണുമ്പോഴത്തേക്കും കൊച്ചു കുട്ടീനെയാണോ വലിയ ആളെയാണോ കാണുന്നുണ്ടാവട്ടെ, കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ അവന് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ, അവനൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വാനിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മെത്താസ് അതുകൊണ്ടാണോ ഈ ഞാനും വാനും തമ്മിലുള്ള ഡീൽ ശരിയാക്കാൻ നേരത്ത് അവൻ്റെ കൂടെ നീ എപ്പോഴും വന്നിട്ട് സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ്, അവനൊരു കാര്യം അറിയത്തില്ല, എല്ലാത്തിനും ഞാൻ ചെയ്തു കൊടുക്കണം, എപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, അവനൊന്നുമില്ല, അവന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് ചുരുക്കി പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നീയാണ് അവനെ നോക്കുന്നത്. അവനെ നോക്കുന്ന നേരത്തിൽ നിൻ്റേന്ന് അവന് വേണ്ടിയിട്ടുള്ള ചിലവിനായിട്ടും കുറേ പൈസ ചിലവാകുന്നുണ്ട്, അങ്ങനെ നിനക്ക് ഒരുപാട് ആവശ്യത്തിന് പൈസയൊന്നുമില്ല, അതല്ലേ നിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ആണെങ്കിൽ എക്സാക്റ്റ് അത് തന്നെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഫ്രണ്ട് ആ ഒരു മത്സരത്തിൽ ജയിച്ചിട്ട് റെസ്റ്റോറൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ ക്ലിനിക്ക് ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് ചേച്ചിയാണെങ്കിൽ അതെന്തിനാ, അതിൽ നിന്ന് പിന്നീട് എൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നിനക്ക് പൈസ ഉണ്ടാക്കാനല്ലേ, എനിക്കതൊന്നും വേണ്ടാന്ന് പറയാണ്. ആ സമയം മെത്താസ് അങ്ങനെയൊന്നുമല്ല, നമുക്ക് പാർട്ട്നേഴ്സ് ആവാം, പാർട്ട്നേഴ്സ് ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറയാണ്. ആ സമയം ചേച്ചിയാണെങ്കിൽ അയ്യോ എനിക്കതൊന്നും വേണ്ട, എനിക്ക് നിന്നെ പോലെ പൈസ വേണമെന്ന് അത്ര വലിയ സെൽഫിഷ്നെസ്സും ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകാനായിട്ട് തുടങ്ങാണ്. ആ സമയം മെത്താസ് ഒരു ടൈം ആകുമ്പോൾ ഏത് മനുഷ്യനായാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് സെൽഫിഷ് ആവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ ഞാൻ ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ നടന്നു പോവാണ്. ആ സമയത്ത് നമുക്ക് കാണാമെന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും, അതായത് നമ്മുടെ ഓബിൻ്റെ 3 കണ്ടസ്റ്റൻസും വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓബ് അങ്ങോട്ടേക്ക് വന്നിട്ട് ക്ലീനിങ് പരിപാടിയെല്ലാം നിർത്തിക്കോ, ഞാൻ നിങ്ങളെല്ലാവരെയും ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോവാണ്, എൻ്റെ ട്രീറ്റാണെന്ന് പറയുന്നുണ്ട്. ഇതെടുത്ത് സിബ് നിങ്ങളുടെ ട്രീറ്റാണോ സാറെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ക്ലൂവയാണെങ്കിൽ ഓബിനെ വാനിനെ ഒരുമിച്ച് കണ്ടതിന് ശേഷം അവനെന്തോ ഭയങ്കര ദേഷ്യമാണ്. അതായത് ഇവർ രണ്ടുപേരെടുത്തും മുമ്പ് എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുമായിരുന്നു ക്ലൂവ. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുഖം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അവൻ ഇപ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട് അവനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരെടുത്തും ഒരു താല്പര്യമില്ലാത്ത കണക്കിനാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓബാണെങ്കിൽ ഇങ്ങനെ ട്രീറ്റിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലൂവയാണെങ്കിൽ നിങ്ങളോട് മുമ്പ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ പോലും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ആരെപ്പോലും തന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ, ഇപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ വാൻ വന്നിട്ട് എന്താ ഷെഫ് എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുമില്ല, അത് പിന്നെ ഈ മത്സരത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാം ടെൻഷനായിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണെന്ന് പറയാണ്. എന്നിട്ട് ഓബ് വാനിനെ നോക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ റിലേഷൻഷിപ്പ് കുറേ കൂടെ സ്ട്രോങ് ആകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കി നോക്കി സംസാരിക്കുന്നതെല്ലാം ക്ലൂവ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ക്ലൂവയാണെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നിരുന്നെങ്കിൽ ഔട്ടായി പോകുന്നതിന് മുമ്പേ നമ്മൾ 4 പേരുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്താ കൊണ്ടുപോകാതെ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ആ സമയം ഉടനെ തന്നെ ഇത് കേട്ടിട്ട് ഓബ് നിനക്ക് വേണമെങ്കിൽ വാ, നീ കുറേ സംസാരിക്കാതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിബും ക്ലൂവയും വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഓബ് നടന്നു പോകുന്ന ടൈമിന് നീ വരുന്നില്ലേ എന്നിങ്ങനെ ക്ലോസ് ആയിട്ട് വാനിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്. ആ സമയം വാൻ ഉറപ്പായിട്ടും ഞാൻ വരുമെന്ന് പറയാണ്. ഇതെല്ലാം തന്നെ ക്ലൂവ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്.
എന്നിട്ട് ഓബ് നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം കറക്റ്റ് നമ്മുടെ വാനിന് അവൻ്റെ ഫോണിലൊരു മെസ്സേജ് വരാണ്. മെത്താസായിരുന്നു മെസ്സേജ് അയച്ചത്. മെത്താസ് മെസ്സേജ് അയച്ച ശേഷം എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയം ഈ മെസ്സേജ് കണ്ടിട്ട് അവൻ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മെത്താസിനെയും ജേജേനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരുമായിട്ട് ഈ ഫിസിക്കൽ തെറാപ്പിയുടെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം നോക്കിയപ്പോൾ മെത്താസ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ സമയം ഇത് കണ്ടിട്ട് ജേജെ നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം മെത്താസ് എല്ലാ ദിവസവും 45 മിനിറ്റ് ഫിസിക്കൽ തെറാപ്പി ചെയ്യൂന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ 45 മിനിറ്റ് മേലെ ആയി, നീ എന്താ വീട്ടിൽ പോവാത്തേ? ഞാൻ വേണമെങ്കിൽ എൻ്റെ സെക്രട്ടറീനെ വിളിച്ചിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ആക്ച്വലി ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു, കാരണം നിങ്ങൾക്കിപ്പോൾ വയ്യാതിരിക്കുകയില്ലേ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അപ്പം നിങ്ങൾക്ക് കുളിക്കുകയൊക്കെ വേണ്ടേ, അപ്പം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നത്. ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ സെക്രട്ടറീനെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ജെ ആണെങ്കിൽ അയ്യോ അത് വേണ്ട, സെക്രട്ടറി ഇപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയാണ്. മെത്താസ് അപ്പോൾ ഇല്ല, സെക്രട്ടറി 24 hours വർക്കിനാണ് നിൽക്കുന്നത്, സോ നീ നിൽക്കേണ്ട ആവശ്യമില്ല, നീ പോകുമെന്ന് പറഞ്ഞിട്ട് മെത്താസ് നടക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ചേച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. എന്നാൽ മെത്താസ് മൈൻഡില്ലാതെ അങ്ങ് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഓബും സിബും ക്ലൂവയും കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ അവരുടെ കൂടെ വാൻ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഓബിനാണെങ്കിൽ ഒരു സന്തോഷമില്ലായിരുന്നു. അവൻ ഫുള്ള് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അത് ക്ലൂവ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് നേരത്തെ നമ്മുടെ വാനിനാണെങ്കിൽ മെത്താസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ മെസ്സേജ് കണ്ടതുകൊണ്ട് തന്നെ വാനാണെങ്കിൽ ഷെഫിൻ്റെ അടുത്ത് ഷെഫ് എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് മറ്റൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് നിന്ന് പോവുകയാണ്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഷെഫ് ഇത് ആലോചിച്ചിട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ആ സമയം ഇത് കണ്ടിട്ട് ക്ലൂവയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഞങ്ങളെയും കൂടെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെഫ് എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനാണ് ഞാൻ കൊണ്ടുവന്നത്, നിങ്ങൾ കഴിക്കാനായിട്ട് പറയാണ്. ആ സമയം സിബ് ഞാൻ പോയിട്ട് കുറച്ച് എക്സ്ട്രാ ഡെസേർട്ടും കൂടെ വാങ്ങിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ഷെഫാണെങ്കിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ സിബ് സന്തോഷിച്ചിട്ട് അത് വാങ്ങാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയം ക്ലൂവയാണെങ്കിൽ ഷെഫിൻ്റെ അടുത്ത് ഷെഫ് നിങ്ങൾ പവാനെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെഫ് ഉണ്ടായി ടെൻഷനായിട്ട് ദൈവമേ അവന് കാര്യങ്ങൾ മനസ്സിലായോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയ ശേഷം പ്ലവാനെ ഞാൻ ബാക്കിയുള്ളവരെ പോലെ തന്നെ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് കാണുന്നത്, എന്താ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, പ്ലവാൻ ഫസ്റ്റ് വന്നപ്പോൾ അവന് കുക്കിംഗ് അറിയത്തില്ല എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത്, അപ്പോൾ അവനിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ അവനിപ്പോൾ ഏത് രീതിയിലാണ് ഉള്ളത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. ആ സമയം ഷെഫാണെങ്കിൽ ആ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാൻ നീ ഉണ്ടല്ലോ, അതിന് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ പറയാണ്. ആ സമയം ക്ലൂവ ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണെന്ന് പറയാണ്. ആ സമയം അത് കേട്ട് ഷെഫ് എന്താ അങ്ങനെ, നീ എന്തും ചെയ്യാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ക്ലൂവയാണെങ്കിൽ അത് പിന്നെ ഷെഫ് എനിക്ക് വാനിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടിട്ട് നമ്മുടെ ഷെഫ് ഒന്ന് ടെൻഷനാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജേജേനെയാണ്. ജെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. മെത്താസ് ഒറ്റയ്ക്ക് കുളിക്കാനായിട്ട് കയറിയപ്പോൾ ജെ ആണെങ്കിൽ മെത്താസിൻ്റെ റൂമിൽ വന്നിട്ട് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെത്താസിൻ്റെ അടുത്ത് ഡോർ ലോക്ക് ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ മെത്താസ് വീണ സൗണ്ട് കേൾക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചേച്ചി ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാണ്. മെത്താസ് അപ്പോൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ജെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ജെ മെത്താസിൻ്റെ കാലിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, അത് വേദനയ്ക്കും അധികം പ്രഷർ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മെത്താസിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം മെത്താസാണെങ്കിൽ ഒന്ന് ഇറങ്ങി പോകാൻ മനുഷ്യൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി അവിടെ നിന്ന് ടവലും ഉണ്ട് മെത്താസിനെ കവർ ചെയ്യാണ്. എന്നിട്ട് മെത്താസിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ രണ്ടുപേരും കൂടി ചെന്ന് വീഴുന്നുണ്ട്. ആ സമയം ടവൽ നല്ലതുപോലെ നീങ്ങുന്നുണ്ട്. ഐ മീൻ ഓൾമോസ്റ്റ് മൊത്തത്തിൽ പൊളിഞ്ഞ അവസ്ഥയിലിരിക്കുകയാണ്. ആ സമയം ജെയും ഇവന് നല്ല ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് നമ്മുടെ മെത്താസ് വാനിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നതുകൊണ്ട് തന്നെ വാനും അങ്ങോട്ടേക്ക് വരാണ്. ആ സമയം സെർവൻ്റായിരുന്നു വാനിനെ മെത്താസിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ സെർവൻറ്റും വാനും കയറിയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കാണാണ്. നമ്മുടെ വാനാണെങ്കിൽ ഓ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയം ജെ മെത്താസും ടെൻഷനായിട്ട് ആ ഡോറടക്കി ആരെയും ഡോറടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വാനും ജെയും കൂടെ ആയിട്ട് സോഫയിൽ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം ജെ ആണെങ്കിൽ അവനെ മൈൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ വാനാണെങ്കിൽ ജെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അല്ല നേരത്തെ അവിടെ എന്തായിരുന്നു നടന്നത്, പിന്നെ ലോകത്ത് എത്രയോ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് മെത്താസ് നിന്നെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ, അതും ഈ പാതിരാത്രി ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മെത്താസിൻ്റെ ബാത്റൂമിൽ ഞാൻ എന്താടാ കണ്ട എന്നിങ്ങനെ ചോദിച്ചിട്ട് ജെയിലിട്ട് കുത്തിയിരിക്കുകയാണ്. ആ സമയം ചേച്ചി അതൊന്നുമില്ല, മെത്താസ് വീണപ്പോൾ ഞാൻ നിന്ന് ഹെൽപ്പ് ചെയ്തതാണ്, മറ്റൊന്നുമില്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് മെത്താസ് വരാണ്. ആ സമയം ജെനെ ഇങ്ങനെ കുത്തിയിട്ട് എടാ നോക്കടാ വന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്രഷിനെ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എപ്പോഴും നമ്മളായിട്ട് ആക്കിക്കൊണ്ടിരിക്കത്തില്ലേ, ആ കണക്കിന് വാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചേച്ചി മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം മെത്താസ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മെത്താസ് ആണെങ്കിൽ ശരി പോയിന്റിലേക്ക് കടക്കാം, ഞാനിപ്പോൾ നിന്നെ ഇവിടെ വിളിച്ച മറ്റൊന്നുമല്ല, നീയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത്, നിൻ്റെ പ്ലാൻ എന്താണ്, അതാണ് എനിക്കിവിടെ അറിയേണ്ടത്. നിനക്ക് ജയിക്കാൻ ശരിക്കും ഉദ്ദേശമുണ്ടോ ഇല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന വിന്നറിന്
മെത്താസിനെ എൻ്റെ ആളാക്കാനുള്ള പൈസ എനിക്ക് റെഡിയാക്കാനുണ്ട്. നിൻ്റെ പ്ലാൻ എന്താണെന്ന് പറയാനായിട്ട് പറയാണ്. ആ സമയം വാന് എന്തോന്നാ പറയണ്ടേ, പ്ലാനൊന്നും ഇല്ലല്ലോ ഈശ്വര എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആണെങ്കിൽ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇപ്പം തന്നെ ഷെഫ് ഓബിനെ ഇവൻ്റെ കയ്യിലാക്കി കഴിഞ്ഞു. ആക്ച്വലി ഷെഫ് ഓബ് ഇപ്പോൾ ഇവൻ്റെ പുറകെയാണ്. അപ്പോൾ ഷെഫ് ഓബിനെ ഇവൻ വളച്ചെടുത്തിട്ട് ആ രീതിയിൽ പ്ലാൻ കൊണ്ടുപോകാൻ ഇങ്ങനെ ശ്രമമെന്ന് പറയുന്നുണ്ട്. ഈ പ്ലാൻ കേട്ടതും നമ്മുടെ മെത്താസ് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഷെഫ് ഓബും നമ്മുടെ വാനും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ വാനാണെങ്കിൽ നീ എന്തിനാണത് പറയാൻ പോയി വാടച്ച് മിണ്ടാതിരിക്കാനായിട്ട് അവൻ്റെ അടുത്തും പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് മെത്താസാണെങ്കിൽ ഈ ഐഡിയ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റ് തട്ടിയെടുക്കാനായിട്ട് പറയാണ്. ആ സമയം ഇത് കേട്ടിട്ട് വാനാണെങ്കിൽ അതെങ്ങനെ ഞാൻ ചെയ്യാനാ, അങ്ങനെ ചെയ്താൽ അത് മോശമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ആ രീതിയിൽ തട്ടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ, എൻ്റെ ഫ്രണ്ടിന് അഭിമാനമൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാണ്. ആ സമയം മെത്താസാണെങ്കിൽ അഭിമാനം വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ നിൻ്റെ തീരുമാനമെന്ന് ഇങ്ങനെ മെത്താസാണെങ്കിൽ വാനിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് നീ അങ്ങനെ ചെയ്യാൻ പോവുകയാണോ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വാൻ എന്താ മറുപടി പറയുന്നതെന്ന് കാണിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് ജെയും വാനും കൂടെ ആയിട്ട് മെത്താസിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ സമയം നീ എന്താ ചെയ്യാൻ പോകുന്നത്, ഓബിൻ്റെ കാര്യത്തിൽ എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ വാൻ എനിക്കറിയത്തില്ല, അല്ല നീയും മെത്താസും തമ്മിൽ എന്താ, നിങ്ങൾ തമ്മിലൊരു റിലേഷനുള്ള ചാൻസ് ഉണ്ടോ, എന്നാൽ ഞാൻ ആ മത്സരത്തിൽ തോറ്റാലും നിൻ്റെ അവൻ്റെ റിലേഷൻ പറഞ്ഞിട്ട് മെത്താസിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി പൈസ വാങ്ങുമല്ലോ, നീ മെത്താസിൻ്റെ സ്വീറ്റ് ഹാർട്ട് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചേച്ചിയാണെങ്കിൽ ഒറ്റ അടി വെച്ചതുണ്ടല്ലോ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന്, ഞാൻ ജസ്റ്റ് അവൻ്റെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് മാത്രമാണ്, പിന്നെ നീ തോറ്റു കഴിഞ്ഞാൽ പൈസ മൊത്തം നീ തിരിച്ച് മെത്താസിന് കൊടുക്കേണ്ടി വരും എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ സത്യമായിട്ട് എനിക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, മെത്താസ് എനിക്ക് തന്ന പൈസ ഞാൻ വീടിൻ്റെ റെൻ്റ് അടയ്ക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു, എൻ്റെ ഇനി പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്കിൽ പിന്നെ നീ എന്നെ ആലോചിക്ക് എന്ത് വേണമെന്ന്, ഞാൻ അതിൻ്റെ അപ്പോഴേ പറയുകയാണ് ഓബോട്ട് ലവിലാവരുതെന്ന്. ഓബ് നീ മെത്താസിൻ്റെ ആളാണെന്ന് വല്ലതും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ നിന്നെ പുറത്താക്കും, ഈ ജന്മത്തിൽ പിന്നെ നിൻ്റെ അടുത്ത് അവൻ മിണ്ടാനും പോകുന്നില്ല, അതുകൊണ്ട് നീ തന്നെ ആലോചിക്കുക എന്ത് വേണമെന്ന്. അവൻ്റെ അടുത്ത് നിൻ്റെ ഇഷ്ടം പറയാൻ പോകണോ അതോ നീ ചെയ്ത തെറ്റുകൾ, നീ ആരുടെ ആളാണ്, നീ എന്തിന് വന്നു എന്നുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പോകുന്നോ ഇല്ലേ എന്ന് നീ തന്നെ ആലോചിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന സത്യങ്ങളെല്ലാം തുറന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് റെസ്റ്റോറൻറ്റിൽ എത്തിയ ശേഷം ഓബിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് വാനിങ്ങനെ കറങ്ങി കളിക്കുകയാണ്. പറയണോ വേണ്ടേ, ഡോറ് തുറന്ന് അകത്തേക്ക് കയറണോ എന്നൊക്കെ. അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ച് പോകാനായിട്ടിരുന്നതും കറക്റ്റ് ഓബാണെങ്കിൽ ഡോറ് തുറന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ്. വേണ്ട സമയം ഒന്നുമില്ല, ഞാൻ തിരിച്ചെത്തിയത് പറയാനായിട്ട് വന്നതായിരുന്നു, ഗുഡ് നൈറ്റ് ഷെഫ് എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ഓബാനെ തടങ്ങി വെച്ചിട്ട് നീ എന്താ ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ വരാത്തേ, എവിടെയാണ് പോയത്, നമ്മളെല്ലാവരും ടീമായിട്ട് പോവേണ്ടല്ലേ, നീ എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അതുപോലെ ഷെഫ് അതൊരു കാര്യം ഉണ്ടായിരുന്നു, അതെനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ഷെഫ് പറയാൻ പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നുള്ളത് നീ മനസ്സിലാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഓബ് ഡോർ അടയ്ക്കാനായിട്ട് ചെല്ലാണ്. ആ സമയം വാൻ തടങ്ങി വെച്ചിട്ട് അത് പിന്നെ ഷെഫ് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് പറയാനായിട്ട് പറഞ്ഞതും വീണ്ടും അവനാണെങ്കിൽ പറയണോ വേണമെന്നുള്ള രീതിയിൽ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓബ് ദേഷ്യത്തിൽ തന്നെ റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാണ്. ആ സമയം വാനും അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആ സമയം നേരത്തെ ആണെങ്കിൽ മെത്താസ് അവൻ്റെ അടുത്ത് നിൻ്റെ ഓബിൻ്റെ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റ് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞ കാര്യം അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വാനാണെങ്കിൽ ഓബിൻ്റെ അടുത്ത് അത് പിന്നെ ഫാമിലിയിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം നോക്കാനായിട്ട് പോയതാ, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് അതെന്താ കാര്യം തുറന്നു പറയാം, ഇപ്പം എനിക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ഓബ് ദേഷ്യത്തിൽ എന്താ നിനക്ക് പറ്റാതെ, അത് ഫാമിലി കാര്യം തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വാൻ അതെ ഫാമിലി കാര്യം തന്നെയാണ്, അതെല്ലാം കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറയുന്നുണ്ട്, അതുവരെ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ഓബ് പറയാൻ പറ്റത്തില്ലെന്നാണോ അതോ പറയത്തില്ലെന്നാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ട് വാനിനെ ചുമരിൻ്റെ അവിടെ കൊണ്ട് ചേർത്ത് നിർത്തിയിട്ട് നീ ഇപ്പോൾ പറഞ്ഞാലും ഇല്ലല്ലോ ശരി, എല്ലാ കാര്യങ്ങളും ഒരിക്കൽ നീ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് വാനിനെ കിസ് ചെയ്യാണ്. ആ സമയം വാൻ തടയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഓബ് വാനിനെ കിസ് ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ഇൻറ്റിമേറ്റ് ആവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം കിച്ചണിൽ വാനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ക്ലൂ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ മനസ്സിലാക്കിയതാണ് ക്ലൂവയ്ക്ക് വാനിന് ഇഷ്ടമാണെന്ന്. അതിന് ക്ലൂ എന്നൊരു വാനാണെങ്കിൽ ഈ മുളകൊക്കെ ഇടിച്ചതിന് ശേഷം അത് കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ കയ്യിൽ ഇങ്ങനെ മുളകായി കഴിയുമ്പോൾ നീറുമല്ലോ, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ക്ലൂ അവൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്തിനാ കൈ കൊണ്ട് തൊടാൻ പോയത്, പെട്ടെന്ന് വന്ന് കൈ കഴിവെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈ കൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് അവൻ്റെ കൈ കഴിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ് ഈ മുളകിങ്ങനെ കൈ തൊട്ട് കഴിഞ്ഞാൽ നീറും, പക്ഷേ ഉപ്പ് ഉപയോഗിച്ച് കഴുകുവാണ് കയ്യിൽ ആ നീറ്റല് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഓബ് കയറി വരാണ്. ഓബ് നോക്കിയപ്പോൾ നമ്മുടെ ക്ലൂ ആണെങ്കിൽ വാനിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് അവന് കഴുകി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓബിൻ്റെ അടുത്ത് ക്ലൂ പറയുകയും ചെയ്തല്ലോ അവന് വാനിന് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇത് കണ്ടിട്ട് ഓബ് ജലസാവാണ്.
അങ്ങനെ ഓബ് ഓടിച്ചെന്നിട്ട് വാനിൻ്റെ കൈ അവൻ്റെ അടുത്തേക്ക് പിടിക്കുകയാണ്. എന്നാൽ ക്ലൂവ വിട്ടു കൊടുക്കുന്നില്ല. ക്ലൂവ തിരിച്ച് കൈ പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വാനിൻ്റെ കൈനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ രണ്ടുപേരും ഒന്ന് വിട്ടേ, ഞാൻ തന്നെ സ്വയം കൈ കഴുകിക്കോളാൻ തുടങ്ങിയിട്ട് കൈ കഴുകാനായിട്ട് തുടങ്ങാണ്. ആ സമയം ഓബ് അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം വീണ്ടും ക്ലൂവയാണെങ്കിൽ വാനിനെ പിടിച്ച് വെച്ചിട്ട് നീ നിൻ്റെ കൈയാണെങ്കിൽ കണ്ണിലൊന്നും ആക്കരുത്, ചിലപ്പോൾ നീറും എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ എനിക്കറിയാം ഞാൻ കൊച്ചുകുട്ടിയെന്നല്ലാന്ന് പറയുന്നുണ്ട്. ആ സമയം ജലസ് അടിച്ചിട്ട് ഒന്നും അങ്ങോട്ട് പറയാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഓബാണെങ്കിൽ കസ്റ്റമേഴ്സ് വരാറായി, പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പറഞ്ഞു വിടാണ്. അങ്ങനെ നമ്മുടെ വാനാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെളിയിലേക്ക് ചെല്ലാണ്. ഈ സമയം ഓബ് ക്ലൂവേനെ നോക്കുകയാണ്. ആ സമയം കഴിഞ്ഞ ദിവസം ക്ലൂവയാണെങ്കിൽ ഇതുപോലെ തനിക്ക് വാനിനെ ഇഷ്ടമാണ്, താനാണെങ്കിൽ വാനിൻ്റെ പുറകെ പോകുന്നില്ലേ, ഷെഫിന് കുഴപ്പമുണ്ടോയെന്ന് വെച്ചപ്പോൾ ഷെഫ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാൻ പോവുകയല്ലേ, അത് തമ്മിൽ പ്രശ്നമാകത്തില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ നിങ്ങളും കാവോയും മുമ്പ് ഡേറ്റിംഗ് ആയിരുന്നപ്പോൾ നിങ്ങളുടെ ഒരുമിച്ചല്ലേ ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോയത്, അതുപോലെ തന്നെ ഞാൻ ജയിച്ചാലും വാൻ ജയിച്ചാലും ഞങ്ങളുടെ ഒരുമിച്ച് തന്നെ ഉണ്ടാകും, എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഓബ് എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഡേറ്റ് ചെയ്യേ, നീ അവനെ സ്നേഹിക്കുകയും ചെയ്തോ, പക്ഷേ അതൊരിക്കലും നിൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യരുതെന്ന് പറയാണ്. ആ സമയം ക്ലൂവ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓബ് ആലോചിക്കുകയാണ്. ആ സമയം വാനിനെ കാണിക്കുമ്പോൾ വാനാണെങ്കിൽ അവിടെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ടേബിളിൽ പ്ലേറ്റ്സും എല്ലാം നേരെ അറേഞ്ച് ചെയ്യായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി കയറി വരാണ്. നോക്കിയപ്പോഴത്തേക്കും അത് കാവോ ആയിരുന്നു. നമ്മുടെ വാനിനത് കാവോ ആണെന്ന് മനസ്സിലായിട്ടില്ല. ആ സമയം കാവോ കയറി വന്ന് കണ്ടിട്ട് വാൻ ഉടനെ ചെന്നിട്ട് നിങ്ങളിവിടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കാവോ ഇല്ല എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ സോറി, സീറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് വന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് നമ്മുടെ കോൾ ചെയ്തോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്, പിന്നെ ഇതുവരെയായിട്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല, പ്ലീസ് നിങ്ങളിപ്പോൾ പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കാവോ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ചുറ്റി നോക്കിയിട്ട് വാൻ പറയുന്നതെന്ന് കേൾക്കാതെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വാൻ മാഡം ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ക്ലൂവയും ഓബും കൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വരായിരുന്നു. ഓബ് പെട്ടെന്ന് കാവുവിനെ കണ്ടിട്ട് കാവോ എന്നിങ്ങനെ പറയാണ്. ആ സമയം കാവോ ഓടിച്ചെന്ന് ഇവനെ ഹഗ് ചെയ്യാണ്. ഇതെല്ലാം തന്നെ ക്ലൂവയും വാനും കാണുന്നുണ്ട്. വാൻ ഇത് കണ്ടിട്ട് വിഷമാവുന്നുണ്ട്. അങ്ങനെ കാവോ ആണെങ്കിൽ ഓബിനെ ഹഗ് ചെയ്തിട്ട് മുമ്പത്തെ പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ഈ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്നിങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും കാവോ ആണെങ്കിൽ അവനെ ഹഗ് ചെയ്തുകൊണ്ടിരുന്ന് സന്തോഷത്തിൽ കരയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്, അവന് സങ്കടമാവുന്നുണ്ട്. ഓബാണെങ്കിൽ വാനിനെ നോക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഓബിനെ നോക്കാതെ തിരിഞ്ഞ് കളയാണ്. അതിനുശേഷം വാൻ നോക്കുന്ന സമയത്ത് കാവോയും ഓബും കൂടെ ആയിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഗാർഡൻ്റെ അവിടെ ആയിട്ട് ചെന്ന് നിന്ന് ഹഗ് ചെയ്യാണ്. ആ സമയം കാവോ കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് തന്നെ നമ്മുടെ വാനിന് നല്ല സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടതാണ് നമ്മുടെ കാവോയുടെ അച്ഛൻ, അതായത് നമ്മുടെ ഈ ഓബിൻ്റെ മാസ്റ്ററായിട്ടുള്ള ഷെഫ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നതും അയാളുടെ സർജറി നടക്കാൻ പോകുന്ന കാര്യമെല്ലാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കാവോ ആണെങ്കിൽ സർജറിയുടെ കാര്യവും തൻ്റെ അച്ഛന് വയ്യാന്നുള്ള കാര്യമെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഓബും കാവോയും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ആ സമയം സർജറി കഴിഞ്ഞു, ഡോക്ടർ വന്നിട്ട് സർജറി സക്സസ് ആയിരുന്നു, ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ഇനി ഒരു ദിവസം ICUയിൽ ഒബ്സർവേഷനിൽ വെച്ചിരിക്കും, അതിനുശേഷം നോർമലായിട്ട് പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാവോ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം കാവോ ആണെങ്കിൽ ഡോക്ടർ ഹെൽപ്പ് ചെയ്തിട്ട് അച്ഛൻ ഓക്കെയായി, പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം ഓബ് അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിന് സിബിനെയും ക്ലൂവേനെയും പിന്നെ വാനിനെയും കാണിക്കുമ്പോൾ ഇവർ മുതലും പുറത്ത് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ആ സമയം ഇവരാണെങ്കിൽ കാവോ തിരിച്ചു വന്നല്ലോ, അപ്പോൾ പിന്നെ ഒരു പക്ഷേ ഇനി ഷെഫാണെങ്കിൽ റെസ്റ്റോറൻറ്റ് വിൽക്കില്ല എന്നൊരു തീരുമാനത്തിലെത്താൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ ക്ലൂവ പറയാണ്. ആ സമയം സിബും വാനും കൂടെ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ വാനിൻ്റെ മനസ്സിൽ ഓടി പോകുന്നതെല്ലാം കൂടെ തന്നെ നേരത്തെ കാവോ വന്നപ്പോൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്തത് അവൻ കണ്ടതൊക്കെയായിരുന്നു. ആ സമയം ഇവർ രണ്ടിനും പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല. ആ സമയം സിബാണെങ്കിൽ ആ കോമ്പറ്റീഷൻ നിർത്തണ്ട, എനിക്ക് ആ റെസ്റ്റോറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിനോവേഷൻ നടത്തണമെന്നും കുറേ ആൾക്കാരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒരേ ടൈമിന് കൊണ്ടുവരാൻ പറ്റണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ മാറ്റം വരുത്താൻ പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ക്ലൂവയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയത്തില്ല, എനിക്കും കുറച്ച് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വാനിൻ്റെ അടുത്ത് നിനക്കെന്താ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ചോദിക്കുകയാണ് നീ ജയിച്ചു കഴിഞ്ഞാൽ. ആ സമയം വാനാണെങ്കിൽ നീ തന്നെ ഇപ്പോൾ പറഞ്ഞത് കാവോ വന്നതുകൊണ്ട് ഒരു പക്ഷേ കോമ്പറ്റീഷൻ നിർത്താൻ ചാൻസ് ഉണ്ടെന്ന്, ആദ്യം എന്താവും നോക്കട്ടെ എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും ഓബിനെയും കാവോവിനെയും കാണിക്കുമ്പോഴത്തേക്കും കാവോ ആണെങ്കിൽ ബാക്കി നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ടതിൻ്റെ ബാക്കി കാര്യം പറയാണ്. അതായത് ഞാൻ അറിഞ്ഞു എൻ്റെ അച്ഛൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടാണ് പൈസ കിട്ടാനാണ് ഇപ്പോൾ നീ നിൻ്റെ റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് ചെയ്യാൻ പോകുന്നതെന്ന്, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ചിലവാക്കിക്കോളാം എന്നിങ്ങനെ പറയാണ്. ആ സമയം ഓബ് വേണ്ട നീ എബ്രോഡ് പഠിക്കുകയല്ലേ, നിനക്ക് ഗ്രാജുവേറ്റ് ആവാനുള്ളതാണ്, നിനക്ക് കുറേ പൈസയുടെ ആവശ്യമുണ്ട്,
മാസ്റ്റർ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം, അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. അല്ല, ഞാനെന്നെ റെസ്റ്റോറൻറ്റ് വിൽക്കാൻ പോകുന്ന ഇതിൻ്റെ കാരണത്തിനാണെന്ന്, വിൽക്കാൻ പോകുന്നുള്ള കാര്യവും നീ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം കാവുകയാണെങ്കിൽ അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പോസ്റ്റ് ഇട്ടില്ലേ, ഞാൻ എബ്രോഡ് ആയിരുന്നപ്പോഴേ ഈ കാര്യം അറിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെ തടയാൻ ശ്രമിക്കണത് എന്താ, ഇനി കോമ്പറ്റീഷൻ നടത്തണ്ട, റെസ്റ്റോറൻറ്റ് വിൽക്കണ്ട എന്നൊക്കെ. പക്ഷേ ഓബാണെങ്കിൽ ഇല്ല, കുഴപ്പമില്ല, അക്കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാവലെടുത്ത് നീ തിരിച്ച് എബ്രോഡ് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കാവ കുറച്ച് സമയത്തേക്ക് ഞാൻ എൻ്റെ പഠിത്തം മാറ്റി വയ്ക്കുകയാണ്. അതായത് എനിക്ക് പഠിത്തം ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്, എൻ്റെ ഡ്രീമാണ്. പക്ഷേ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അച്ഛൻ, നീ, നിങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓബിനെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ സിബിനെയും വാനിനെയും ക്ലൂവിനെയും കാണിക്കുമ്പോഴത്തേക്കും സിബാണെങ്കിൽ നമ്മുടെ വാനിൻ്റെ തലയിൽ കൂടെ ഓടുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വാ നമുക്ക് സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ജോളിയായി നിൽക്കുകയാണ്. നമ്മുടെ ക്ലൂവയ്ക്കും എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം തൊട്ട് നമ്മുടെ കാവോയും ഇവരുടെ കൂടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ സമയം നമ്മുടെ വാനിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല, വാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഓബ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാവോ കൂടെ എന്നിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഹെൽപ്പ് ചെയ്യാണ്. എന്നിട്ട് കാവോ ആണെങ്കിൽ ആ ഫുഡ് സെർവ് ചെയ്യാൻ പോയ സമയത്ത് ഓബ് വന്നിട്ട് വാനിൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം വാൻ എനിക്കെന്ത് കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അത് പിന്നെ കാവ ഇവിടെ ഹെൽപ്പ് ചെയ്യല്ലേ, നിനക്കത് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ വാനാണെങ്കിൽ ഞാനെന്താ ഓക്കെ ആവാതിരിക്കുന്നത്, കാവ ഇപ്പോൾ നിങ്ങളുടെ എക്സ് അല്ലേ, നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്ന് നീ ഇതൊക്കെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിലും തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. ആ സമയം വാൻ അപ്പോൾ എനിക്കും കുഴപ്പമില്ല, കാവ വർക്ക് ചെയ്യുന്നതിന് എനിക്കെന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് നീ ശരിക്കും ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ വാൻ ഞാൻ ഓക്കെയാ, കാവ ടാലൻറ്റഡ് അല്ലേ, അവൾ റെസ്റ്റോറൻറ്റിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു സഹായമല്ലേ, റെസ്റ്റോറൻറ്റിന് നല്ലത് വരുന്ന കാര്യങ്ങളൊന്നും തടയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞത് വാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഓബിനാണെങ്കിൽ ബാക്കിയുള്ളവരവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാനും പറ്റാത്ത സിറ്റുവേഷനാണ്. അങ്ങനെ ഓബ് അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം മെത്താസിനെ കാണിക്കുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് കാല് ശരിയാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഫുള്ളിങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ വീഴാനായിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ടൈമിന് ജെ അങ്ങോട്ടേക്ക് വരാണ്. ജെ അന്നത്തെ ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ട് വന്നതായിരുന്നു. ആ സമയം ജെക്ക് മനസ്സിലായി ഇത്രയും നേരം മെത്താസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ മെത്താസ് ഓവറായിട്ട് ഇങ്ങനെ നടന്ന് കാല് ഓക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ജെ മെത്താസിനെ ഒരിടത്ത് കൊണ്ടിരുത്തിയിട്ട് കാലിൽ കെട്ടിയിരുന്ന കെട്ട് മാറ്റാണ്. നോക്കിയപ്പോൾ ആ മുട്ടിൻ്റെ ഭാഗം നല്ല ചുമന്ന് കിടപ്പുണ്ടായിരുന്നു. കാരണം അവൻ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന പോലെ കുറേ നടന്നു. അതുകൊണ്ട് തന്നെ ഇനി നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് തന്നെ ജെ ആണെങ്കിൽ ഇന്നിനി ഞാൻ ഫിസിക്കൽ തെറാപ്പി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മുട്ടിൻ്റെ ഭാഗത്ത് ഒരു ഐസ് പാക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് പിടിച്ചിരുന്നു, കാലം ഓക്കെ ആവും, പിന്നെ എക്സ്ട്രാ നടക്കുകയൊന്നും വേണ്ട, ഇനി ഇങ്ങനെ ഓവറായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന് പറഞ്ഞിട്ട് ജെ തിരിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. ആ സമയം മെത്താസാണെങ്കിൽ ജെനെ തടഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ആ സമയം ഇതെന്തിനാ പൈസ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെത്താസാണെങ്കിൽ അത് പിന്നെ നിനക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ, ഇന്ന് നീ ഒരാവശ്യമില്ലാതെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പോൾ ഫിസിക്കൽ തെറാപ്പിയും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഈ പൈസ വെച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ ഓൾറെഡി തരാനുള്ള പൈസ എല്ലാം ക്ലിനിക്കിൽ നീ നേരത്തെ കൊടുത്ത് തീർത്തല്ലോ, അതിൻ്റെ അകത്ത് എൻ്റെ ട്രാൻസ്പോർട്ടേഷനും എല്ലാത്തിനുള്ള പൈസ ഇൻക്ലൂഡ് ആണല്ലോ, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് പൈസ വാങ്ങുന്നതിൽ നാണിക്കുകയൊന്നും വേണ്ട, ഈ ലോകത്ത് ആൾക്കാർക്ക് പൈസ ആയിട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഈ പൈസ വാങ്ങിച്ച കാര്യം ഞാൻ ആരുടെടുത്തും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ ജെയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ ജെക്ക് ഈ പൈസ വാങ്ങുന്ന പരിപാടി തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ആ പൈസ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാം, നീ ഇങ്ങനെ എപ്പോഴും പൈസ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ള വിചാരം നിർത്തണം. നീ ഇങ്ങനെ വീണ്ടും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ കയ്യിൽ പൈസ തരാനാണ് പ്ലാനെങ്കിൽ നീ വേറെ ഫിസിക്കൽ തെറാപ്പിസ്റ്റിനെ നോക്കാനായിട്ട് പറയാം. അങ്ങനെ അതും പറഞ്ഞിട്ട് ജെ അവിടെ നടന്നു പോവാണ്. അതിനുശേഷം ഓബിനെയും കാവുവിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ഗാർഡൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ ഇപ്പം നിൻ്റെ അച്ഛൻ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇപ്പോൾ ICUവിൽ തന്നെയാണ് ഒബ്സർവേഷനിൽ, അവിടെ ബന്ധുക്കളൊന്നും നിൽക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിച്ച് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഓബിൻ്റെ അടുത്ത് ശരിക്കും ഈ റെസ്റ്റോറൻറ്റ് വിൽക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് അതേന്ന് പറയുന്നുണ്ട്. ആ സമയം കാവുവാണെങ്കിൽ പക്ഷേ നീ കുക്കിംഗ് വിടണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഞാൻ കുക്കിംഗ് വിടുന്നതല്ല, ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്, എനിക്ക് വീണ്ടും കുക്കിംഗ് ചെയ്യാനുള്ള പാഷൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും കുക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാവുവാണെങ്കിൽ പക്ഷേ എനിക്കാണെങ്കിൽ മുമ്പത്തെ പോലെ നമുക്ക് 2 പേർക്കുമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്രാവശ്യം എന്തൊക്കെ വന്നാലും ഞാൻ തന്നെ വിട്ടിട്ട് പോകത്തില്ല, എനിക്ക് ഒരൊറ്റ ചാൻസ് താ, അച്ഛനും ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം, ഞാൻ മുമ്പത്തെ പോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകാം, എനിക്ക് വീണ്ടും നിൻ്റെ മനസ്സ് തിരിച്ച് കിട്ടണം, എനിക്ക് നിന്നെ വേണമെന്നിങ്ങനെ പറഞ്ഞിട്ട് ഓബിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഓബ് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം വാനും കാണുന്നുണ്ട്. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് തരുന്നവരെ ബൈ.